ചോക്ലേറ്റിന് വേണ്ടിയും കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയും വാശി പിടിച്ച് കരയുന്നവരാണ് കുട്ടികൾ. എന്നാൽ മറ്റുള്ളവരുടെ ദുരിതങ്ങൾക്കിടയിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകുന്ന ചിലരുണ്ട്. കേവലം ഒരു നന്ദിയിലോ അഭിനന്ദന വാക്കുകളിലോ ഒതുക്കാവുന്നതല്ല കുഞ്ഞു പ്രായത്തിലെ അവർ ചെയ്യുന്ന ഈ വലിയ കാര്യം. തനിക്കിപ്പോൾ കളിപ്പാട്ടമൊക്കെ ഇഷ്ടം പോലെയുണ്ടല്ലോ. എൻ്റെ പണം വയനാട്ടിൽ എല്ലാം നഷ്ടമായ കൂട്ടുകാർക്ക് വീടും കളിപ്പാട്ടങ്ങളും പാമ്പേഴ്സും ഭക്ഷണ സാധനങ്ങളും വാങ്ങാൻ ഉപയോഗിക്കണമെന്നാണ് മൂവാറ്റുപുഴയിലെ മുഹമ്മദ് സായിം പറയുന്നത്. വയനാട്ടിൽ കൊടുക്കാൻ അല്ലേ? വയനാട്ടിൽ എന്ത് മേടിക്കാനാ? ഭക്ഷണം മേടിക്കണം, പിന്നെ ഭക്ഷണം മേടിക്കണം, വീട് വെച്ച് കൊടുക്കണം. ബേബീസിന് കൊടുക്കാൻ എന്താ വേണ്ടത്? പാമ്പേഴ്സ്, പിന്നെയോ നൈറ്റി, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ എന്ത് വാങ്ങിക്കാനാ? കളിപ്പാട്ടം, ടോയ്സ് മേടിക്കണം അല്ലേ? അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലേ ഇത്? ഇത് ആരുടെ ക്യാഷോ? അത് എവിടുന്ന് കിട്ടിയതാ സായിക്കുന്നത്? വാപ്പിയൊക്കെ തന്നത് എന്തിനു വേണ്ടിയിട്ട്? വീടൊക്കെ വെക്കാൻ. ആർക്ക് വേണ്ടിയിട്ട്? ഇലാഹിയ പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ. താൻ ഒരു വർഷം കൊണ്ട് സമ്പാദിച്ച 4938 രൂപയാണ് മുഹമ്മദ് സായിം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. പുതുക്കാടൻ വീട്ടിലെ മുഹമ്മദ് മുസമ്മിലിൻ്റെയും മിസ്മിതയുടെയും മകനാണ് സായിം. സ്കൂൾ അധികൃതരുടെ സാന്നിധ്യത്തിലാണ് കുട്ടി സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ച് പണം നൽകിയത്. ഈ കുട്ടി LKGയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനൊരു ഭാവന ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് എ വെരി ബിഗ് തിങ്. ഒരു നോബൽ കോസാണത്. കാര്യം വയനാട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടി വീട് വെക്കണം, അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാമ്പർ വാങ്ങിക്കണം, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഈ ചെറുപ്രായത്തിൽ അത്രയൊരു ഫീലിംഗ് ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. സൈക്കിൾ വാങ്ങാൻ സൂക്ഷിച്ചിരുന്ന പണം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകിയാണ് കോട്ടയം പുന്നത്തുറ ഗവൺമെൻറ് UP സ്കൂളിലെ വിദ്യാർത്ഥി ആരുഷ രജിൻ താരമായത്. മത്സ്യഫെഡിലെ താൽക്കാലിക ജീവനക്കാരനായ അച്ഛൻ രജിനും പള്ളത്തോട് ITIയിലെ ഗസ്റ്റ് ലെക്ചററായ അമ്മയും ഇടയ്ക്കിടെ നൽകിയിരുന്ന ചെറിയ പണം ഈ മിടുക്കിക്കുട്ടി കുടുക്കയിലിട്ട് സൂക്ഷിക്കുമായിരുന്നു. കുടുക്ക നിറഞ്ഞപ്പോൾ സൈക്കിൾ വാങ്ങാൻ അച്ഛനെ ഏൽപ്പിക്കണമെന്നും ആരുഷ തീരുമാനിച്ചിരുന്നു. എന്നാൽ വയനാട്ടിലെ ദുരന്ത വാർത്ത അറിഞ്ഞപ്പോൾ തൽക്കാലം തൻ്റെ ആഗ്രഹം ഒന്ന് മാറ്റിവെക്കാൻ ഈ UKGക്കാരി തീരുമാനിച്ചു. സൈക്കിൾ പിന്നെയാണെങ്കിലും മേടിക്കാമെന്നാണ് ആരുഷയുടെ അഭിപ്രായം. എന്നാൽ തൻ്റെ കുടുക്കയിൽ എത്ര രൂപയുണ്ടെന്നൊന്നും ആരുഷയ്ക്കറിയില്ല. ചില്ലറ തുട്ടുകളും നോട്ടുകളുമൊക്കെയായി നല്ല കനമുണ്ടെന്ന് മാത്രം അറിയാം. തൻ്റെ ഈ കുഞ്ഞു സമ്പാദ്യം സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആരുഷ രജിൻ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജിന് കൈമാറി. കുരുന്ന പ്രായത്തിലെ സമ്പാദ്യശീലവും സഹജീവികളോടുള്ള സഹാനുഭൂതിയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് ഇവർ അഭിപ്രായപ്പെട്ടു. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാഹനമാണ് സൈക്കിള്. അപ്പം അത് മേടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സമ്പാദ്യം കൊച്ച് സ്വരൂപിച്ച് വെച്ചു. ആ സ്വരൂപിച്ച് വെച്ചത് ഈ ദുരന്തം കണ്ടപ്പോൾ അത് കൊടുക്കാൻ കാണിച്ച കുഞ്ഞു മനസ്സിൻ്റെ നന്മ വളരെ വലുത് തന്നെയാണ്. ആരുഷയ്ക്ക് ചെയർപേഴ്സൺ പൂച്ചെണ്ട് സമ്മാനിച്ചു. ഇത്തരത്തിൽ നിരവധി കുരുന്നുകളാണ് സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.